ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബിൻസീസ് ഹോംമെയ്ഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത്തവണ നമ്മൾ ചീസ് ചിക്കൻ പിസ്സയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഈ പിസ്സ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ തവയിൽ വെച്ചിട്ടാണെങ്കിലും പിസ്സ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തവയിൽ വെച്ചുണ്ടാക്കുന്ന പിസ്സയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചീസി ചിക്കൻ പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മാവ് കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെക്കണം. ഇനി 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈസ്റ്റ് നല്ലപോലെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ അളന്ന് വെച്ചിരിക്കുന്ന 1/2 കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മാവ് കുഴച്ചെടുക്കണം. ഈസ്റ്റ് ആക്റ്റീവ് ആകാനായിട്ട് എടുക്കുന്ന വെള്ളം ചെറിയ ചൂടുള്ള വെള്ളമേ എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ചൂടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ്റ്റ് ഡെഡായി പോകും. പിന്നെ നമ്മൾ മാവ് എത്ര നന്നായി കുഴച്ചെടുത്താലും അത് ശരിക്കും പൊങ്ങി വരില്ല. അതുപോലെ ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ ഈ മാവ് കുഴയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ അങ്ങനെ മതി. നിങ്ങളുടെ അടുത്ത് ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടായാലും ചെയ്ത് നോക്കാം കേട്ടോ. പിസ്സ ആണെങ്കിലും പിസ്സ സോസ് ആണെങ്കിലും നമ്മളതിൽ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാൻ പാടില്ല. ഒന്നുകിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ മാവ് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതൊരു 2 മണിക്കൂർ നേരത്തേക്ക് മൂടി വെക്കണം. അപ്പോഴാണ് മാവ് നല്ലപോലെ പൊങ്ങി വരുള്ളൂ. മാവ് പൊങ്ങി വരുന്ന സമയത്ത് പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാനും അതുപോലെ മാവിൻ്റെ മുകൾ ഭാഗം ഉണങ്ങി പോകാതിരിക്കാനും വേണ്ടിയിട്ട് കുറേശ്ശെ ഓയിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ ഇനി 2 മണിക്കൂർ നേരത്തേക്ക് ഈ മാവ് ഒന്ന് മൂടി വയ്ക്കാം. പിന്നെ റൂം ടെമ്പറേച്ചറിനനുസരിച്ച് ചിലപ്പോൾ 1-1.5 മണിക്കൂറിനുള്ളിലൊക്കെ മാവ് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പിസ്സയിലേക്കുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. ചിക്കൻ ഞാൻ ഓൾറെഡി ഇവിടെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ബോൺലെസ് ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഓവർ മസാലകളൊന്നും ചേർത്ത് കൊടുക്കണ്ട, എല്ലാം വളരെ കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, അതുപോലെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് റെഡ് ചില്ലി സോസാണ്. അതും ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ ചിക്കനിലെ മസാലകളെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനും നമുക്ക് ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല. ആകെ കൂടി ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ചിക്കൻ വറുക്കാനായിട്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഭാഗത്തോളം വേവാവുന്ന വരെ വറുത്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് കുക്കായി കിട്ടും. നിങ്ങൾക്ക് ഈ ചിക്കന് പകരം വേണമെങ്കിൽ സോസേജോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അതുപോലെ വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ പനീർ വെച്ചിട്ട് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ചിക്കൻ മുഴുവനായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ വെജിറ്റബിൾസ് മാത്രം ചേർത്തിട്ടായാലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചിക്കനെല്ലാം വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ട്രേയും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്ത് എയർ ബബിൾസ് ഒക്കെ പോകുന്ന നിലയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂവി കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ഇത് ഡയറക്റ്റായിട്ട് ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് തന്നെ കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ബേക്കിംഗ് ട്രേയിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അതുപോലെ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കനം കുറച്ചിട്ടൊന്നും പരത്തിയെടുക്കണ്ട, ഒരു 1/2 ഇഞ്ച് കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഈ മാവ് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്കും കൂടി മൂടി വെക്കണം. എന്നാലേ ഈ മാവ് ഒന്നും കൂടി സോഫ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് മാവിൻ്റെ മുകൾ ഭാഗം ഒന്നും ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഞാൻ ഇതാ വീണ്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരുപാട് പൊങ്ങി വരാതിരിക്കാനായിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. ഇനി ഈ പിസ്സ ബേസിന് മുകളിലായിട്ട് പിസ്സ സോസ് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള സോസാണ്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിസ്സ സോസിൻ്റെ റെസിപ്പിയാണത്.
ശരിക്കും ഈ പിസ്സയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുന്ന പിസ്സ സോസിൻ്റെ ടേസ്റ്റിനനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പിസ്സ സോസ് എത്ര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നോ അത്രയും ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് പിസ്സ കഴിക്കാം. അപ്പോൾ ഈ സോസിൻ്റെ റെസിപ്പി ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. സോസ് തേച്ച് കൊടുത്തതിന് ശേഷം ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ചീകി വെച്ചിരിക്കുന്ന ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പിസ്സയിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ച കളറിൽ ക്യാപ്സിക്കവും അതുപോലെ കുറച്ച് തക്കാളി നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സവാളയും വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊതുവേ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പച്ചക്കറി കഴിക്കാൻ പൊതുവെ മടിയായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ ക്യാരറ്റോ ക്യാബേജോ അങ്ങനെ എന്തെങ്കിലും പച്ചക്കറികൾ വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒലീവ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ പൊതുവേ നമ്മുടെ വീട്ടിൽ അങ്ങനെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം അല്ലല്ലോ അത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചേർക്കാത്തത്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒരു ലെയറും കൂടി ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഞാനത് ഇപ്പോൾ ചേർക്കണില്ല. അതൊരു 1/4 ഭാഗത്തോളം ബേക്ക് ചെയ്തെടുത്തതിന് ശേഷമേ ചേർത്ത് കൊടുക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടുന്നതാണ് ഇതുപോലത്തെ പിസ്സ ആൻഡ് ഗാർലിക് ബ്രെഡ് സീസണിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കതും കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ നമുക്ക് ഇതുപോലെ വാങ്ങാൻ കിട്ടുന്നതാണ്. നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഹെർബ്സ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ കുറേശ്ശായിട്ട് ഒറിഗാനോയും ചേർത്തിട്ടുണ്ട്, പിസ്സ സീസണിങ്ങും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, അതായാലും മതി. ഇനി പിസ്സ ബേക്ക് ചെയ്തെടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഞാൻ ഓവൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ബേക്കിംഗ് ടൈം വരുന്നത് 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിസ്സ ഒരു 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്താണ് ഇത് പുറത്തേക്ക് എടുത്തിട്ട് ഇനി മുകളിലായിട്ട് ഒരു ലെയർ ഞാൻ ചീസ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബാക്കിയുള്ള സമയം കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് ചീസ് ഓൾറെഡി ഇട്ട് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വെച്ച് കഴിയുമ്പോഴത്തേക്കും ചീസൊക്കെ ഒരുപാട് കട്ടിയായി പോയിട്ടുണ്ടാവും. നമുക്കത് കഴിക്കാൻ തന്നെ തോന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു 1/4 ഭാഗത്തോളം ബേക്കായി കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ട് ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വീണ്ടും ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചീസ് ഒന്ന് മെൽറ്റായി വരുന്ന ആ ഒരു സ്റ്റേജിലായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഈസി ചീസി ചിക്കൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ? കണ്ടോ, ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത്. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.